ഇന്റെ നേർക്ക് വരണ്ട ഇങ്ങളല്ലേന്ന് പറഞ്ഞത്. മൂത്തുമാനെ പറ്റിയിട്ട് ഇപ്പൊ ഞാന് മൂത്തുമാട് പറഞ്ഞപ്പോ നിങ്ങക്ക് ദേഷ്യം വരല്ലേ? നിങ്ങളല്ലേ പറഞ്ഞത് മൂത്തുമ്മ ഒക്കെ നിങ്ങളെ കല്യാണം കഴിച്ച വന്ന ആ സമയത്ത് നിങ്ങളെ ഓരോന്ന് പറഞ്ഞിരിക്കുന്നു. മൂത്തുമ്മി ഒപ്പം വാപ്പി അമ്മായിയോളൊക്കെ നിങ്ങളെ ഓരോന്ന് പറഞ്ഞത് നിങ്ങളല്ലേന്ന് പറഞ്ഞത്. ഞാനും അത് ഓരോട് പറഞ്ഞി. അതിനിപ്പോ ഇത്ര കൊള്ളാനൊന്നുമില്ല നിങ്ങക്ക്. അല്ലെങ്കിലും കാര്യം പറഞ്ഞാൽ കഥ കഞ്ഞി കുടിക്കൂലെന്നാ പറച്ചല്. ഇന്നത്തെ കാലത്ത് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ആർക്കും കണ്ടുകൂടാതാവും. ഇമ്മ ഇല്ലെന്നും പറയും ചെയ്യും. ഞാൻ അവിടെ പറഞ്ഞപ്പോ ഇന്ന ചീത്ത അറിയും ചെയ്യാ അല്ലേ? ഒക്കെ പറയും ചെയ്യൂ. ഇപ്പൊ നിങ്ങൾ വലിയ മുസാഹിബാവൊന്നും വേണ്ട. നിങ്ങൾ എന്നോട് പറഞ്ഞല്ലേന്ന് ആരോടും പറയണ്ടാന്ന്. ഞാൻ മൂത്തമ്മ ചായ ഒക്കെ തന്നപ്പോ എന്നോട് ചോദിച്ചു ഇമ്മ എന്തിനും പറഞ്ഞിട്ടുണ്ടാവും ചോദിച്ചു. അപ്പൊ ഒക്കെ ഞാനോട് പറഞ്ഞു. വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടൊന്നും ഇല്ല. ഞാൻ പോവാണ്, ഞാൻ വിളക്കൂല. എന്ത് ചെക്കൻ പറയണത്? പടച്ചോനെ, ഈ ചെക്കനെ കൊണ്ട് തോറ്റ് റബ്ബേ. ആ മൂത്തമ്മ കേട്ട് എന്താ വിചാരിക്ക? കാര്യം ശരി, ഞാൻ ഇന്റെ കല്യാണം കഴിച്ചു തന്നപ്പോളെ ഈ പറയുന്ന മൂത്തമ്മ എന്റെ വാപ്പ ഉണ്ടല്ലോ, പിന്നെ എന്റെ കുറച്ച് അമ്മായിമാരുണ്ടല്ലോ, എന്റെ വാപ്പ അമ്മായിമാരെ അപ്പൊ മൂത്തമ്മാനൊക്കെ പാകം കൂട്ടിട്ട് ഇന്നെ കൊറേ കുത്തികള്. അത് ഞാൻ ഇപ്പൊ പറയുന്നില്ല. കഴിഞ്ഞ പോലെ കാര്യങ്ങള് പഠിച്ചോനെ എന്തെങ്കിലും പറഞ്ഞു. ഞാൻ പറഞ്ഞു പോലെ അല്ലാതെ പുറത്തു തരട്ടെ. ഇതിപ്പോ ചലക്കൊന്ന് പാണ്ടാ. ഇപ്പൊ മൂത്തമാനെ ഭാഗം കൂട്ടിട്ട് എന്റെ അമ്മാനെ കുറ്റം പറയാനല്ലേ? ശരി തന്നെയാടാ, എന്റെ വാപ്പ തന്നെയാണ്. എന്റെ വാപ്പൊക്കെ ഞാൻ വന്ന അവസരത്തില് എന്റെ വല്യമ്മണ്ടല്ലോ, വല്യമ്മ പറഞ്ഞ് എനങ്ങണ്ടായിരുന്നു, എനങ്ങൂല. ഞാൻ അത്ര ത്യാഗം സഹിച്ചിക്കണടാ. ഇത്ര പറയാനൊന്നും വേണ്ട. ഇപ്പൊ എനിക്ക് മൂത്തുമ്മ മൂപ്പിച്ചേരണ്ടാവും. കാരണം മൂത്തുമ്മാക്ക് എന്നെ കണ്ടുകൊടുത്താ കണ്ടുകൂടെ. ആ ചിരിച്ചിങ്ങനെ വരുന്നുണ്ടല്ലോ, ആ ചിരി തന്നെ ഉള്ളു. ഞാൻ എന്താണ് എന്നോട് ചെയ്യുന്നത്? ഞാൻ ആരോടും പറയണ്ട. ഇത് ചോറൊക്കെ അങ്ങോട്ട് തന്നെയല്ലേ വരിക. ഈ മൂത്തുമ്മ ഒന്നും ഉണ്ടാവൂല കേട്ടാ. ഞാനൊരു കാര്യം ആരോടും പറഞ്ഞിട്ടില്ല. എന്റെ സങ്കടം കൊണ്ട് ഇപ്പോഴും പറഞ്ഞത് തന്നെ ഉള്ളു. കൊറേ കഷ്ടപ്പെടുത്തിട്ടുണ്ട് എന്റെ വാപ്പ, വാപ്പാന്റെ പെങ്ങന്മാരും എന്റെ വല്യമ്മയും കൂടി ഇന്നെ ഒരു മുഹൂർത്തിലാതെ ഞാൻ വരെ നിന്നോളൂ. വേറെ ഒടുക്കും പോവാൻ എനിക്കൊരു നിവൃത്തി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നിന്നതാണ്. ഇപ്പൊ ഒക്കെ പത്തി ഒതുങ്ങി. ഇപ്പൊ ഒക്കെ എന്താ വരുത് വിവാത്തുകാരുടെ എന്താ വരുവലും തരലും ഞങ്ങള് കൊടുക്കണം. മറ്റേ ചായപ്പടി ആയിട്ട് പഞ്ചാരായിട്ട് ഇപ്പൊ വന്ന് കൊണ്ടാവുണ്ടല്ലോ. മറ്റേ എത്ര മയത്ത് നിന്നോണ്ടാ ഒരു തുള്ളി കഞ്ഞിവെള്ളത്തിന് വേണ്ടിട്ട് എന്നൊരു തന്നിട്ടില്ല. എന്റെ ഉമ്മ വല്യമ്മണ്ടല്ലോ, ഇപ്പൊ ഒതുങ്ങിയില്ലേ മറച്ചാലോ ഒതുക്കിയില്ലേ? എവിടെ കാച്ചാ പോയിക്കോ. ഇവിടെ പണിയുണ്ട്, ചിമ്പിടിച്ചോട് വാജി. ഇപ്പൊ വലിയ വർത്താനം പറയാ നിങ്ങള്. ഞങ്ങള് പറഞ്ഞതൊക്കെ കഴിയുമ്പോ കേൾക്കുക. ഞാൻ വർത്തനം കേട്ട് വരികയാണ്. വർത്താനം കേട്ടൊന്നല്ല, എനിക്ക് സ്വഭാവം ഉണ്ടാ എന്റെ മനമാരി. അല്ല, എന്താണ് വർത്തനം? കുഞ്ഞപ്പോ കൊറേ ഇമ്മ ഏതാ സാധനം അറിയോ? ഇമ്മ എന്നോട് എന്നും ഉറങ്ങാതെ മുന്നേ പറയും, നിന്റെ വല്യമ്മ കൊറേ ഇടങ്ങറ. ഇമ്മാനെ കല്യാണം കഴിച്ച അവസരത്തില് വല്യമ്മേ നിന്റെ അമ്മായികളുണ്ടല്ലോ, ബാപ്പാന്റെ പെങ്ങന്മാര് ഓരും ബാപ്പൊക്കെ ഒറ്റ കട്ടായിട്ട് ഇമ്മാനെ ഇവിടെ പണിക്കാരിയെ പോലെ പണിയെടുപ്പിക്കുന്നത്. എന്തേലും പറയുമ്പോ വല്യമ്മ എന്തേലും പറയുമ്പോ ഒക്കെ ബാപ്പാക്ക് കഴിച്ചു കൊടുക്കും അത്ര. എന്നിട്ട് ബാപ്പ വന്നിട്ട് ഇമ്മാനെ ചീത്ത അറിയാത്ര. അമ്മാക്ക് ഇവിടെ മുണ്ടാൻ പറ്റിയില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് അന്നത്തെ കാലത്തല്ലേ. അത് എന്നിട്ട് മൂത്തമ്മ വന്നപ്പോ പിന്നെ പറയും വേണ്ട. മൂത്തമ്മല്ലേ ആദ്യം വന്ന മൂത്തമ്മ, ഇന്നല്ലേ പിന്നെ വന്നത്. മൂത്തമ്മയൊക്കെ വന്നിട്ട് ഉമ്മാനായിട്ട് ഇങ്ങനെ മൂത്തമ്മൊക്കെ ഇമ്മ ചെറുപ്പം പെണ്ണെ കൊണ്ടുവരുമ്പോ അപ്പൊ ആ പണിയെടുക്കും ഈ പണിയെടുക്കുന്ന ഇങ്ങനെ കിടന്നിട്ട് പൂട്ടു അത്ര. അപ്പൊ എന്നോട് ഉമ്മ അറിയാം, എന്റെ സങ്കടമൊക്കെ ആരോടും പറയല്ലേ കുഞ്ഞാപ്പോ എന്നോട് പറയാന്ന് അറിയാം. അത് എന്നോട് മൂത്തമ്മ എന്നോട് ദിവസം ചോദിച്ചു. ഞാൻ മൂത്തമ്മയുടെ മൂത്തമ്മ നിങ്ങളും വാപ്പിയും അമ്മായിയോളും ഒക്കെ പാടി ഇമ്മാനെ കൊറേ കഷ്ടപ്പെടുത്തിയിരുന്നില്ലേ ചോദിച്ചു. ചോദിച്ചു. അപ്പൊ മൂത്തമ്മ ഇതൊക്കെ എന്നോട് ആരെ പറഞ്ഞു ചോദിച്ചു. ഞാൻ പറയും എന്റെ ഉമ്മ പറഞ്ഞതെന്ന്. അപ്പൊ മൂത്തമ്മ പറയണ കള്ളത്തിയൊക്കെ മനസ്സിലേച്ച് നടക്കുകയാണ് എന്റെ ഉമ്മാനെ. കള്ളത്തിയൊക്കെ മനസ്സിലടിച്ചാണ്. അതൊക്കെ കഴിഞ്ഞില്ലേ. ഇതല്ല ഓള് ഇങ്ങനെ വിരാഗിട്ടാവും. മൂത്തമാക്ക് പടക്ക് കടത്തിന് കാടിക്കടച്ചിലൊക്കെ ഉണ്ട് അത്ര. ഓളിങ്ങനെ എന്നോട് പറയും കുഞ്ഞാപ്പ എന്റെ ഉമ്മ ഇങ്ങനെ പണ്ടാറിയിട്ട് തന്നെ ആവും ഞങ്ങൾക്ക് അസുഖം മാറാത്തത്. അപ്പൊ എന്നോട് എന്നിട്ട് മൂത്തുമ്മക്ക് വേഗം ചായ ഒക്കെ തന്നു. ഉമ്മാനോടൊന്നും പറയണ്ട അത്.
എന്താണ് പത്തിനും ചായയൊക്കെ തന്നു പാവാണ് ഇത് തന്നെ ഇവിടുത്തെ കാര്യം അവിടെ പറയാൻ പാടില്ലല്ലോ. മൂത്തുമ്പ പത്തിനും ചായയൊക്കെ തന്നപ്പോ നല്ല രസമുണ്ടടാ. കോയമ്പൂടൊക്കെ പുഴുങ്ങിട്ട് തന്ന് ഇമ്മ കോയമ്പൂടെ പുഴുങ്ങിയത് രസമില്ല. എന്നിട്ടിപ്പോ ഉമ്മാനായിട്ട് വെള്ളം വെച്ച് വരിക. ഞാൻ ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ പറഞ്ഞു നാളെ മുത്തുമാടെ എന്തെങ്കിലും പറയണം, മുത്തുമാടെ മുഖമൊക്കെ ഒരു ഉമ്മനെ ആയിക്കുന്നല്ലോ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നും പറഞ്ഞില്ല പറഞ്ഞു. അപ്പൊ ഉമ്മ പിന്നെയും എന്നിട്ട് ഉമ്മ എന്നോട് നെയ്ച്ചപ്പം തരാറിഞ്ഞു. അപ്പൊ നെയ്ച്ചപ്പം തന്നപ്പോ ഞാൻ ഉമ്മാനോട് മുത്തുമാട് പറഞ്ഞതൊക്കെ അമ്മാട് പറഞ്ഞു. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ദേഷ്യം ദേഷ്യമോ. ഇനി അമ്മായികള് വന്നിട്ടുണ്ടെങ്കിൽ ഓരോന്നും പറയണ്ടാന്നിരിക്കണം. അമ്മായിയോട് വന്നാൽ തന്നെ ഉമ്മ അങ്ങനെ ഒന്ന് കൊടുക്കലില്ല ഒരിക്കൽ. അമ്മ അപ്പോഴും പറയും ഓരൊക്കെ ഉമ്മാനെ കെട്ടിച്ച കാലത്ത് ഉമ്മാനായിട്ട് പാഠം പഠിപ്പിക്കാൻ. എന്നാലും വാപ്പിയും കൂടും അത്ര വലിയമ്മയും കൂടും അത്ര. ഇടക്ക് മുത്തുമ്മയും കൂടിയിട്ട് ഇമ്മാനെ ഇമ്മാക്കാണെങ്കിൽ അവിടെ ഒന്നും ഉണ്ടായില്ല. ഇമ്മാന്റെ പേരെ പാവപ്പെട്ട പേരല്ലേന്ന് പോവാനും ഇങ്ങോട്ട് പോകാനൊന്നും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ കാലല്ലേ കുഞ്ഞപ്പോ അത് കഴിഞ്ഞ കാലല്ലേ. അതല്ലേ ഇപ്പൊ മുത്തുമാട് പറഞ്ഞിട്ടുള്ളൂ. അതിനാണ് തല ചൂടാവുന്നത്. അത് പോട്ടെ കുഞ്ഞപ്പന്നല്ലേ. ഞാൻ പോട്ടെ, ഞാൻ നാട് പോട്ടെ. എവിടെ പോണി ജോൾക്കാച്ച പോയിക്കോ. അത് ശരി. അതിനാണ് ഉമ്മ ചൂടാവുന്നത്. ഞാൻ സത്യം പറഞ്ഞിട്ടുള്ളൂ ബാബ, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇങ്ങോട്ടാണ് പോണത്. ഞാൻ അവിടേക്കോ ഞാൻ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ അമ്മാട് വിസാട്ടടക്ക് പോകും. അപ്പൊ ചായ കുടിക്കണം പോയി. ഞാനിപ്പോ വരില്ലാന്ന് പോകുന്നതാണ്. ശരി പോയിക്കോ. ഇവിടെ നിക്കുക. ഞാൻ ഇവിടെ ഉമ്മ പോകണ്ട നോക്കുകയാണ്. ഞാൻ ഇവിടെ പോകണ്ട പോണ്ട്. എല്ലാരും വിസാട്ടടക്ക് പണിക്ക് പോവല്ലോ. എന്നായിക്കോട്ടെ, ഞാനും ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോട്ടെ.